ഫിസിക്സിനോടുള്ള ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഫിസിക്സ് മനസ്സിലാക്കാൻ ഒരു സാധിക്കാത്തൊരു ഘട്ടം വരികയും അതിൻ്റെ കൂടെ തന്നെ ബയോളജിയിലുള്ള ഇൻട്രസ്റ്റ് ഡീപ്പായി തുടങ്ങുകയും ചെയ്തു. അങ്ങനെ 2 വർഷങ്ങൾ കഴിഞ്ഞു. 2ാമത്തെ വർഷം അവസാനമാകുമ്പോൾ നമുക്കൊരു മേജർ സബ്ജക്റ്റ് ചൂസ് ചെയ്യണം, ഒരു മൈനർ സബ്ജക്റ്റും ചൂസ് ചെയ്യണം. ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ബയോളജി മേജർ സബ്ജക്റ്റ് ആയിട്ടും ആൻഡ് അതിൻ്റെ കൂടെ പണ്ടത്തെ ഇഷ്ടമാണെങ്കിലും അത് വിടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഫിസിക്സ് മൈനർ സബ്ജക്റ്റുമായിട്ടും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അവിടെയും ഐസറിൻ്റെ അകത്തുള്ള ഒരു പ്രത്യേകത നമുക്ക് കാണാൻ പറ്റും. നമുക്ക് 2 സബ്ജക്റ്റ്, അത് വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 സബ്ജക്റ്റ് ആയിക്കോട്ടെ, നമുക്ക് മേജറും മൈനറും ഒരുമിച്ച് എടുക്കാൻ സാധിക്കും. അങ്ങനെ മേജർ പ്രൊജക്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മേജർ പ്രൊജക്റ്റ് എന്താണെന്നൊക്കെ പല ആളുകൾക്കും പല ഡൗട്ടുകളും ഉണ്ടായിരിക്കും. ഇനി എന്താണ് ഒരു വർഷം ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളൊരു റിസർച്ച് പ്രൊജക്റ്റാണ് മേജർ പ്രൊജക്റ്റിൻ്റെ സമയത്ത് ചെയ്യുന്നത്. നമുക്ക് തിയറി ക്ലാസ്സുകളില്ല, ലെക്ചേഴ്സ് ഇല്ല, ഒന്നുമില്ല. കംപ്ലീറ്റ് നമ്മൾ ലാബിൽ, അല്ലെങ്കിൽ അത് വർക്ക് ഡിപ്പെൻഡ് ആയിരിക്കും. അതായത് തിയറി വർക്ക് ആണെന്നുണ്ടെങ്കിൽ തിയറി ആൻഡ് പ്രാക്ടിക്കലാണ്, വെറ്റ് ലാബ് ആണെന്നുണ്ടെങ്കിൽ ലാബിലായിരിക്കണം. ഞാൻ പകുതി സമയം ലാബിൻ്റെ അകത്തും പകുതി സമയം ഫീൽഡ് വർക്കിലും ഒക്കെ ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് ആയിരുന്നു എൻ്റെത്.